27 million views, 100K subscribers, 1 billion എവളോ 1 billion views. മക്കളെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് യൂട്യൂബുകളിലും ഇൻസ്റ്റഗ്രാമിലും, ഇനി അതും അല്ലെങ്കിൽ പത്രത്തിലോ ടിവിയിലോ ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് $3.5 million അല്ലേ, ആ രീതിയിലൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? എന്താണ് ഈ സംഭവം? മില്യൺ, ബില്യൺ, കെ അല്ലെ, കെ എന്ന പരിപാടിയില്ലേ നമ്മൾ സ്ഥിരം ഇപ്പൊ ഒക്കെ സാലറി ചോദിച്ചാൽ എത്രയാണ് സാലറി, എത്രയാ? 50K അല്ലെ, നമ്മൾ അങ്ങനെയൊക്കെ പറയാം. ആ രീതിയിലൊക്കെ അല്ലേ നമ്മൾ വാല്യൂസ് പറയുന്നത്, ആൻസർ പറയുന്നത് അല്ലേ? എന്താണ് ഈ സാധനം? ഈ കെ, എം, ബി എന്നൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന ഈ പരിപാടി നമ്മൾ സ്കൂളിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ എണ്ണുമ്പോ എങ്ങനെയാണ്? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, ഇങ്ങനെയല്ലേ പോവാ? ഈ ലക്ഷമൊക്കെ എവിടെ പോയി? എന്താണ് ഈ മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ 120? അതെങ്ങനെയാക്കാം പെട്ടെന്ന് പറയുമ്പോൾ സിമ്പിൾ സാധനങ്ങൾ. 2K എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതാ ഇങ്ങനെ പറയാണ്, 127K വ്യൂസ് ആണ് എന്റെ വീഡിയോക്ക് ഉള്ളത്. 127K എന്ന് വെച്ചാൽ എത്ര ആൾക്കാരാ കണ്ട്? 127K. പടച്ചോനെ, കുടുങ്ങി. നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിച്ചത്. അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. നമ്മൾ ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എണ്ണി പഠിക്കുന്നത്? ഈ വാല്യൂസ്, ഫേസ് വാല്യൂസ് ഒക്കെ പറയുന്നത് എങ്ങനെയാണ്? ഓരോ നമ്പേഴ്സ്, ഒറ്റ, 10 അല്ലേ, 1ന്റെ പ്ലേസ്, 10ന്റെ പ്ലേസ്, 100 പ്ലേസ്, 1000, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്ന മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഇതിൽ ചെറിയ ചെറിയ കുറച്ച് ചേഞ്ചസ്, വേറെയും കുറെ നമ്പേഴ്സ് അല്ലേ. നമ്മൾ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറെയൊക്കെ ഇതിൽ പരിചയമുണ്ട്. എന്നാലും ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇവർ എണ്ണുന്നത്, നമ്മൾ പഠിച്ചതുപോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. നോക്കണേ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് പറയാം. നമ്മൾ സാധാരണ എണ്ണി പഠിച്ചത് എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്താ വായിക്കുക? നമ്മൾ ജസ്റ്റ് അത് 1 വായിക്കുള്ളൂ അല്ലെ? അത് എല്ലാ രീതിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിപ്പോ ഇന്റർനാഷണൽ ലെവലാണെങ്കിലും നമ്മുടെ ലെവലിലാണെങ്കിലും ഒക്കെ 1 തന്നെ മതി. നെക്സ്റ്റ് രണ്ടാമത്തത് നോക്കോ, രണ്ടാമത്തത് 10. എല്ലാവർക്കും 10 തന്നെയാണ്. ഇനി മൂന്നാമത്തെ നോക്കിക്കോട്ടെ. മൂന്നാമത്തത് ഞാൻ എഴുതി വെച്ചത് 100. അതും അങ്ങനെ തന്നെ, ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ നോക്കേണ്ടി, നിങ്ങൾ കാണുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയാലോ, 100 തന്നെയല്ലേ പറയാം അല്ലെ? വ്യൂസ് വരുന്ന സമയത്തൊക്കെ ആദ്യം അത് 100 തന്നെ കറക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്തതോ 1000 വരികയാണ്. 1000 അത് 1000 എന്ന് തന്നെ നമുക്ക് പറയാം. രണ്ട് രീതിയിലും 1000 എന്ന് പറയാം. പക്ഷെ ആ 1000നെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് മക്കളെ? 1000ന്റെ സ്ഥലത്താണ് നമ്മൾ ആ K എന്ന് പറയുന്ന ആളെ യൂസ് ചെയ്യുന്നത്. 1K എന്ന് പറയുന്ന സമയത്ത് അത് 1000 ആണ്. 1000 എന്നാണ് വരുന്നത്. വായിക്കുമ്പോൾ 1000 തന്നെ വായിച്ചാൽ മതി. 1K അല്ലെങ്കിൽ 1000 രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, അടുത്തതിലേക്ക് വരുന്ന സമയത്ത് 10,000ലേക്ക് പോവാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ വായിക്കുക? 10,000, 10,000 അല്ലെ? 10,000, 10,000 അങ്ങനെയല്ലേ വായിക്കുക? അതും നമ്മൾ എങ്ങനെ എവിടെ ഇങ്ങനെ എഴുതുക? നമ്മൾ അത് ഇവിടെയാണ് എഴുതുന്നതെങ്കിൽ, നമ്മൾ സാധാരണ എഴുതുകയാണെങ്കിൽ 10,000, ഇവിടെ എഴുതുകയാണെങ്കിൽ എന്ത് വരും? 10,000ന് നമ്മളെ കയ്യിൽ K ഉണ്ട്. അപ്പൊ നമുക്കത് 10K എന്ന് എഴുതിയാൽ മതി. 10,000, 10,000. ഇനി അടുത്ത ആളില് ഒരു 0 കൂടെ കൂടിയാൽ 1, 5 0 വന്നാലോ 1, 2, 3, 4, 5 0 കയറി വന്നു. നമ്മൾ സാധാരണ അത് വായിക്കുന്നത് ലാക്ക് അല്ലെ? 1,00,000 എന്നല്ലേ വായിക്കാം, ആണോ? പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? അത് ഇതിപ്പോ നിങ്ങൾ 10K എന്ന് എഴുതിയില്ലേ, അതേപോലെ നമ്മൾ അതിനെ 100K എന്നാണ് എഴുതുന്നത്. 100K, ലക്ഷം എന്ന് വായിക്കുന്നില്ല. 100K, 100K എന്ന് പറയുന്നത് അത് 1,00,000ആണ്. 1,00,000 എങ്ങനെയാ നമ്മൾ എഴുതി വെക്കുന്നത് നോക്കിയേ? 100K എന്നാണ് എഴുതുന്നത്. നമ്മൾ സാധാരണ 1, 10, 100, 1000, 10,000, 1,00,000. ഇവിടെ നോക്കിക്കേ, ഇവിടെ 1K, 10K, 100K എന്നായിട്ട് മാറി. 100K എത്രയാന്ന് മറന്നുകൊണ്ടാ, അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. 100Kയിലാണ് നമുക്ക് എത്ര വന്നത്? 1 lakh വന്നത്. ഇനി അടുത്തത് ഒരു 0 കൂടെ ചേർത്ത് പറഞ്ഞു നോക്കിക്കോണേ. ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം എന്നാണ് നമ്മൾ പറയാറ്. ആ 10 ലക്ഷത്തിന്റെ അടുത്താണ് മക്കളെ അവൻ വരുന്നത്. ആര്? മില്യൺ. 1 million അല്ലേ? എവിടെ വന്ന് നോക്കിക്കോ, 10 ലക്ഷം. 10 ലക്ഷം എന്നല്ല നമ്മൾ പറയുന്നത്. എങ്ങനെയാ പറയുന്നത്? 1 million. 10 ലക്ഷമാണ് ഈ 1 million. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കിക്കോ. അടുത്തത് ഞാൻ 0ന്റെ എണ്ണം കൂട്ടുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7. ഒരു 0യും കൂടെ കൂടി. റെഡിയേ? നമ്മൾ സാധാരണ എന്താ വായിക്കുക? അതൊന്ന് ചോദിച്ചു നോക്കട്ടെ, അതറിയോ? നമ്മൾ എങ്ങനെയാ സാധാരണ വായിക്കുക? 1ന്റെ പ്ലേസ് 10, 100, 1000, 10,000, ലാക്ക്, 10 lakh. അത് കഴിഞ്ഞാലോ ക്രോർ, 1 കോടി എന്നല്ലേ നമ്മൾ അത് വായിക്കുക.
എന്നാൽ അത് 1 കോടി എന്നല്ല. ഇവിടെ വായിക്കുന്ന രീതി എങ്ങനെയാണെന്നറിയോ? ഇതേ പരിപാടി 1K കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ എഴുതി വെച്ച്? പിന്നെ 10K എന്നല്ലേ എഴുതി വെച്ച്? അതേപോലെ 1 മില്യൺ കഴിഞ്ഞാൽ പിന്നെ എഴുതി വെക്കുക എന്താണെന്നറിയോ? പിന്നെ വരാൻ പോകുന്നത് 10 മില്യൺ ആണ്. 10 മില്യൺ. 1 മില്യൺ 10 ലക്ഷം നമ്മൾ പറഞ്ഞല്ലേ? അങ്ങനത്തെ 10 മില്യൺ ആണ് വരുന്നത്. അതാണ് നമ്മുടെ 1 കോടി. 1 കോടി 1 crore എന്ന് നമ്മൾ അതിന് പകരമാണ് പറയുന്നത് എന്ത്? 10 മില്യൺ. 10 മില്യൺ നമുക്ക് കയറി വന്നു. ഇനി നിങ്ങൾക്ക് ഈ ട്രാക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ 1K, ഇവിടെ 10K, 100K. അത് കഴിഞ്ഞാൽ 1 മില്യൺ, 10 മില്യൺ. അടുത്തത് എന്തായിരിക്കും അടുത്തത്? 100 മില്യൺ. ഉറപ്പല്ലേ? നിങ്ങൾക്ക് പറയാൻ കിട്ടൂലേ? അല്ലേ? 1 മില്യൺ, 10 മില്യൺ. ഇനി അടുത്ത് വരാൻ പോകുന്നത് 100 മില്യൺ ആയിരിക്കും. ഇവിടെ എങ്ങനെയല്ലേ? 1K, 10K, 100K. അടുത്ത് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് 100 മില്യൺ ആണ് അടുത്തത് വരാൻ പോകുന്നത്. നമുക്ക് ഒരു സീറോയും കൂടെ കൂട്ടാം. 1, 2, 3, 4, 5, 6, 7, 8 കയറി വന്നു. റെഡി? ഇത് നമ്മൾ എങ്ങനെയാ വായിക്കുക? നമുക്ക് ഇവിടെ 1 കോടി കഴിഞ്ഞ് അടുത്തേക്ക് വരുന്ന സമയത്ത് അത് 10 കോടി എന്നാണ് നമ്മൾ വായിക്കുക അല്ലെ? 1 crore കഴിഞ്ഞ് അത് 10 crore ആയിട്ടാണ് നമ്മൾ വായിക്കുക. ഇനി ഇവിടെ വരുന്നത് എങ്ങനെയാ? ഇവിടെ 100 മില്യൺ എന്നാണ് നമ്മൾ പറയുന്നത്. 100 മില്യൺ. ഇനി അടുത്തത് എന്താക്കും? ഈ 3 കഴിഞ്ഞാൽ 1K, 10K, 100K കഴിഞ്ഞാൽ പുതിയ ആള് വന്നു. ഇനി അതേപോലെ 1 മില്യൺ, 10 മില്യൺ, 100 മില്യൺ കഴിഞ്ഞാൽ ഒരു പുതിയ ആള് വരണ്ടേ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 10 കോടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 0 കൂടെ ഇട്ടാൽ അത് 100 കോടിയായിട്ട് നമ്മുടെ രീതിയിൽ മാറും. നമ്മൾ എന്ത് വെക്കും? 100 കോടി എന്ന് പറയും. ആ 100 കോടി എന്ന് പറയുന്നത് നോക്കിക്കോണേ, 100 കോടി എന്ന് പറയുന്ന ആ നമ്പറിന് പകരം 100 കോടി ഒരു 0 കൂടെ ചേർന്നു. അതിന് പകരം പറയുന്ന ആളാണ് 1 ബില്യൺ. ബി ആണ് അവിടെ വരിക. ബി 1 ബില്യൺ ആയിട്ട് വരും. 100 കോടി. എവളോ? 100 കോടി. 100 കോടിക്ക് പകരമാണ് മക്കളെ നമ്മൾ എത്ര കൊടുത്തത്? 1 ബില്യൺ എഴുതി വെക്കുന്നത്. എങ്ങനെയുണ്ട് എഴുതുന്ന സ്റ്റൈൽ? നോക്കി, എവിടെ നോക്കിയാ ടേണിംഗ് പോയിന്റ് വന്നതെന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതിയേ. ഒറ്റ 10, 100, 1000, 10000 അതുവരെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെയാണ് 10000 വരെ. അത് കഴിഞ്ഞാൽ ലക്ഷം നല്ല പറയുന്നത്. എന്താണ് വന്നത് നോക്ക്? 100,000. K എന്ന് പറഞ്ഞ 1000 ആണേ. 100 ഈ ഭാഗത്തോട് വായിച്ചു നോക്കാം. 1000, 1000, 10,000, 100,000. 100,000 കഴിഞ്ഞാൽ 1 മില്യൺ, 10 മില്യൺ, 100 മില്യൺ. ഇനി അത് കഴിഞ്ഞാൽ 1 ബില്യൺ, 10 ബില്യൺ, 100 ബില്യൺ. ഇങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് വായിക്കാൻ പറ്റും നോക്കാം. ഇതിപ്പോ ഇങ്ങനെ 0 വെച്ചിട്ടല്ലേ പറഞ്ഞത്? 0 ഒന്നും അല്ല, നമ്മൾ വേറെ ഒരു നമ്പർ വെച്ചിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കിക്കോണേ, ഞാൻ ഒരു മൊബൈൽ നമ്പർ എഴുതി വെക്കുന്നതോടെ എഴുതി വെക്കാം. നോക്കിക്കോ, 9876543210. റെഡി? എല്ലാ നമ്പറും ഉണ്ട്. 9 മുതൽ അങ്ങനെ ഓർഡറിൽ അങ്ങോട്ട് എഴുതി പോയിക്കുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കാം. രണ്ട് രീതിയിൽ വായിച്ചു നോക്കാം. നമ്മുടെ രീതിയിൽ വായിച്ചു നോക്കാം, ഇന്റർനാഷണൽ സ്റ്റൈലിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരിക നോക്കിക്കോണേ. നമ്മളെ രീതിയിൽ വായിച്ചാ വായിക്കട്ടെ. ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി എത്തി. 100 കോടി നോക്കണേ. ഇവിടെ കോടി, 10 കോടി, 100 കോടി. ഇങ്ങനെ വന്ന ഒറ്റ 10, 100 നോക്കണേ, 1000, 10000, ലക്ഷം, 10 ലക്ഷം. ഇതാ ഇവിടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ രീതിയിലാണ് പറയുന്നത്. നോക്കിക്കോണേ, എങ്ങനെ വായിക്കാതാ? ഇവിടെ തുടങ്ങാണ് 987 കോടി. നമ്മളെ രീതിയിൽ തന്നെ വായിക്കാൻ നല്ല പാടുണ്ടേ. അതന്നെ ആദ്യം വായിക്കാൻ പറ്റുമോ നോക്കിട്ടോ. 987 കോടി, 987 crores. ബാക്കി 65 lakh, 65 ലക്ഷത്തി. ബാക്കി 43,000, 43,210, 210. ഇങ്ങനെ വരും നമ്മളെ രീതിയിൽ വായിച്ചാലേ. ഒന്നുകൂടെ വായിച്ചു നോക്കോ. 987 കോടി, 65 ലക്ഷത്തി, 43,210. ഇനി നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റൈലിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാലോ. ഒന്നും കൂടെ നമുക്ക് എഴുതി വെക്കാം. ഈ നമ്പർ എഴുതിയത് നന്നായി, എന്നാലും മറന്നുപോലല്ലോ. 987 ബാക്കി അങ്ങ് എഴുതി പോയാൽ പോരെ. 987 ഓക്കെ. 9876543210. എങ്ങനെ വായിച്ചുണ്ടാക്കും നോക്കാം. ഇത് 3ന്റെ സ്പ്ലിറ്റ് ആക്കി വെച്ചോ. നമുക്ക് അങ്ങനെയല്ലേ നേരത്തെ വന്നേ? 3 വരെ ഓക്കെ, അത് കഴിഞ്ഞാൽ 3 വേറെ പേര്, 3 വേറെ, 3 വേറെ, അങ്ങനെയല്ലേ നമുക്ക് സെറ്റ് വന്നേ? നമുക്ക് 3 വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആക്കി നോക്കാം. 3 നമ്പർ കഴിഞ്ഞാൽ ഞാനൊരു കോമ ഇട്ട് വെച്ചിരിക്കുന്നത്. 3 കഴിഞ്ഞ് വീണ്ടും കോമ, 3 കഴിഞ്ഞ് വീണ്ടും കോമ. ഇങ്ങനെയാണ് പോകുന്നത്. ഇതാ നോക്കിക്കോണേ. 0, 1, 2 ഇത്രയും ഈ 3 210 അല്ലെ? 210. ആദ്യത്തെ 3 എടുത്താൽ 210. ഇനി 4 കേറി വന്നാൽ എന്ത് സംഭവിക്കും?
3210 വരും. 3210 റെഡിയേ. 3000 നമ്മൾ കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് 3K എന്ന് വരും. ഇനിയിപ്പോൾ ഇത് 200 ആയില്ലേ, ഇവിടെ 3200 അല്ലേ, അപ്പൊ നമുക്ക് 3.2K എന്നാണ് യൂട്യൂബിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വ്യൂസ് കാണിക്കുക. 3.2K. ഇനി 210 ഉള്ളത് ഇങ്ങനെ കൂടി 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 എത്രയാ 300 ആവുന്ന സമയത്ത് അത് 3.4K എന്ന് കാണിക്കും. അങ്ങനെ അത് 4000 ആവുന്ന ഒരു സമയം വരൂലേ, അപ്പോഴാണ് അത് 4K ആയിട്ട് മാറുക. റെഡിയേ. ഇനി ഇതാ ഇവിടുന്ന് പുറകോട്ടേക്ക് ഒരു നമ്പറും കൂടെ ചേർത്തതാ, ഇവിടെ ഇതും കൂടെ ചേർത്താൽ 43,210 വരും. 43,000 അല്ലെ. 43 നമ്മൾ നേരത്തെ വായിച്ച പോലെ തന്നെ എഴുതുകയാണെങ്കിൽ 43K എന്നായിരിക്കും അല്ലെ. 43,000 കിട്ടാൻ 43K എന്നായിരിക്കും ഉണ്ടാവുക. പുറകോട്ടേക്ക് ഒന്നുകൂടെ പുറകോട്ടേക്ക് വന്നതാ. ഈ 5ഉം കൂടെ ഇതിന്റെ കൂടെ ചേർത്താൽ നേരത്തെ പോലെ 5 ലക്ഷം എന്ന് വായിക്കരുത്. എന്താ വായിക്കേണ്ടത്? 543K അല്ലെങ്കിൽ 43,000. 543,210 വരും. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് 1000 ആണ്, ഇത് 1000 ആണ്. ഇത് നമ്മുടെ നേരത്തെ 10,000 ആണ്. ഇത് നമ്മുടെ നേരത്തെ 100,000 ആണ്. 100,000. അപ്പൊ ഇത് മൂന്നും കൂടെ വായിച്ചാൽ 100,000 അല്ലേ, അപ്പൊ 543 എന്ന് വായിക്കേണ്ടി വരും. 543,000 ബാക്കി 210. ഇനി നോക്കേ, അടുത്ത 3ലേക്ക് കയറുകയാണെ. ഇവിടെ കയറുന്ന സമയത്ത് 1 മില്യൺ, ഇങ്ങോട്ടേക്ക് വന്നാൽ 10 മില്യൺ, ഇവിടേക്ക് വന്നാൽ 100 മില്യൺ. ഇനി വായിച്ചു നോക്കുകയാണെ, ഇവിടെ ഈ 6 ഇതിന്റെ കൂടെ ചേർത്താൽ 6,543,210 ഇതായിരിക്കും നമുക്ക് വരിക. ഒന്ന് പുറകോട്ടേക്ക് വായിച്ചോ. ഈ 7ഉം കൂടെ ചേർത്താൽ എന്താ വരിക? 76 മില്യൺ എന്ന് വായിക്കേണ്ടി വരും. ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി അങ്ങോട്ടേക്ക് പോകും. ഒരെണ്ണം കൂടെ പുറകോട്ടേക്ക് എടുത്താൽ 876 മില്യൺ എടുക്കേണ്ടി വരും. 876 മില്യൺ. അങ്ങനെയായിരിക്കും നമുക്കത് വേണ്ടി വരിക. ബാക്കി അവിടുന്ന് മുന്നോട്ടേക്ക് പോവാ. ഇനി അത് കഴിഞ്ഞ് പുറകോട്ടേക്ക് വന്നാൽ ഇതാ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് വരും? ഇവിടെ എത്തുന്ന സമയത്ത് അത് ബില്യൺ ആയിട്ട് മാറും. 1 ബില്യൺ. അപ്പൊ നമുക്ക് നോക്കാം, ഇത് എത്ര ബില്യൺ ഉണ്ട്? 9,876,543,210. ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ആൻസർ. അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ ഓക്കെ, ബൈ.